ആഹാ, മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. സൂര്യൻ അതാവേ കർത്താവിതാ എഴുന്നള്ളുന്നു. ഹലോ ഗൈസ്, സുഖമാണോ? സോ ഈ ഒരു മഞ്ഞ് വിളിച്ചാണ് നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ചത്. നമ്മുടെ റൂം ഇന്നലെ ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് ഉറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. സോ ഒന്ന് ഉറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. പിന്നെ രാത്രി ഇവനെയും കണ്ടും പേടിച്ചു പോയി. പിന്നെ എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഇവനെ അങ്ങ് എടുത്തു. ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റീവ് ഡേ 2 ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് റീഡിംഗ് ബുക്ക് ആയിരുന്നു ആൻഡ് ഇന്നും നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇന്നേ വരെ ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ മൈ ടു ഡു ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രൊഡക്റ്റീവ് ഡേ 2-ൽ ഞാൻ ബുക്ക് റീഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് ടൈമൊന്നും നമ്മൾ വായിക്കാൻ ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് ഇതെൻ്റെ ഒരു ഹോബി അല്ല. ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു ബുക്കൊക്കെ ഇരുന്ന് വായിച്ചിട്ട് പോലും ഇല്ല. ഡെയിലി വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കുന്നുള്ളൂ. ഇന്നേ വരെ ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് അതെന്തൊക്കെ ചേഞ്ചസ് എനിക്ക് തന്നു നല്ലൊരു ഡെയിലി റുട്ടീൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എയിം. അടുത്തത് എൻ്റെ മൈ ടു ഡു ലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ബോഡി ടാപ്പിംഗ്. ഇതെല്ലാം കഴിഞ്ഞ് ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ടേക്ക് കടക്കാം. മൈ ടു ഡു ലിസ്റ്റിൽ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ് അല്ല, ഞാൻ ഈ ഒരു ഡ്രോയിങ് ബുക്ക് എടുത്തതേ ഉള്ളൂ. ഒരു പുതിയൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അറബിക്ക് തന്നെ അങ്ങ് എടുത്തു. 1 ഇയർ നമ്മൾ കുവൈറ്റിലുണ്ടായിട്ട് നല്ല രീതിയിൽ അറബിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. സോ ഇനി തൊട്ടത് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു കാര്യത്തിലും വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് വേർഡ്സസ് മാത്രമാണ് ഓരോ ദിവസം വെച്ച് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പഠിച്ച് ഈ 5 വേർഡ്സസ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു അറബി ടീച്ചറിന് ഞാൻ ഒരു ഓഡിയോ ഇട്ട് കൊടുത്തു ആൻഡ് അവരെനിക്ക് റിപ്ലൈയും തന്നു. അപ്പോൾ ഇന്നിനി ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നാളെ.